ഓം നമോ ഭഗവതേ. ഓം ജ്വലജ്വലശൂലിനി, ശ്രീശൂലിനി, അഷ്ടശൂലിനി, മാർക്കണ്ഡശൂലിനി, സർവദുഷ്ടനിഗ്രഹശൂലിനി, ആഭിചാര വികാരി, കർമ്മബന്ധ ദുരിത പരിഹാരിണി, ശത്രു സംഹാരിണി, സർവരോഗ നിവാരിണി, മഹാശൂലിനി സ്വാഹ. എന്റെ സിദ്ധിക്ക് പോലും ഗോചരീഭവിക്കാത്ത മാന്ത്രിക വലയമോ? നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ശക്തിയുടെ പ്രഭയാണ് ഉണ്ണികൃഷ്ണൻ ആവരണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ബലത്തിലാണ് ഈ കളികളെല്ലാം. ആരാണാവോ അത്? അത് മാത്രം തെളിയുന്നില്ല. ചുരുങ്ങിയത് 5 ദിവസമെങ്കിലും ഉണ്ണികൃഷ്ണന്റെ സാമീപ്യത്തിലും സംസർഗത്തിലും കഴിഞ്ഞാൽ മാത്രമേ പ്രാപഞ്ചികമല്ലാത്ത സത്വത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കൂ. അവൻ എവിടെയുണ്ട് ഇപ്പോ? സിറ്റിയിലുണ്ടാവും. അറിഞ്ഞത് നന്നായി. നമുക്ക് അങ്ങോട്ട് ഗമിക്കാം. ആരാണെന്ന് കണ്ടുപിടിച്ച പിന്നെ എളുപ്പം കീഴടക്കാമല്ലോ. ഉപായം വേണ്ട, അതെനിക്ക് വിട്ടുതരൂ. പൂർണ്ണ ഗർഭിണിയായി മരിച്ച സ്ത്രീയുടെ ശവത്തെ ദഹിപ്പിച്ചു കിട്ടുന്ന ഭസ്മം സ്നാനാനന്തരം ശരീരസന്ധി ബന്ധങ്ങളിലെല്ലാം പൂശി അർദ്ധരാത്രിയിൽ ചുടല ഭദ്രകാളിയെ അഗ്നിരാക്ഷസമോചന മന്ത്രം ജപിച്ച് പ്രീതിപ്പെടുത്തിയാൽ ഏതു കൊടികെട്ടിയ ശക്തിയെയും ആവാഹിക്കാം, കീഴ്പ്പെടുത്താം, നമ്മുടെ ചൊൽപ്പടിയിലാക്കാം. ദാസനായി അവനെ മാറ്റിയാൽ പിന്നെ സകല ക്ഷേമൈശ്വര്യങ്ങളും ഇനി നമുക്ക്. ഇറങ്ങി ചേച്ചി. എന്താ മന്ത്രവാദി? ആകാശത്ത് ചെമ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. ശത്രുവിന്റെ മേൽ വിജയം വരിക്കുമെന്ന് ലക്ഷണ സൂചന. എന്നാ നമുക്ക് പോകാൻ വരട്ടെ. ഈ വേഷത്തിൽ ഉണ്ണികൃഷ്ണന്റെ വാസസ്ഥലത്ത് പോയാൽ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വഴിയുണ്ടാക്കാം. മകന്റെ വീട്ടിൽ ഞാൻ മാന്ത്രിക ചൂടാമണി ഭൈരവനായിരിക്കില്ല. പിന്നെ 10,000 രൂപ വാടക കൊടുത്ത് ഇത്രയും വലിയ വീട്ടിൽ താമസിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് വാടക ചോദിച്ചോണ്ട് ഉടമസ്ഥ ആളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഒരു 2 മാസമെങ്കിലും രാജകീയമായിട്ട് കഴിയാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. 20,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അതിൽ പകുതി കൊടുത്തിട്ടുണ്ടല്ലോ. ബാക്കി 10,000 രൂപ മാറ്റി ശരിയാക്കാം. ഗോപാല, ഇത് വീടോ കൊട്ടാരോ? വീടല്ലേ? ഉണ്ണി, ഉണ്ടി, ഞങ്ങൾ വന്നടാ. മോനെ ഉണ്ണി, നീ അങ്ങ് സുന്ദരനായി പോയല്ലോടാ. ചെറിയമ്മയ്ക്ക് തെറ്റ് പറ്റിപ്പോയടാ. അറിവില്ലായ്മ കൊണ്ട് വല്ലതുമൊക്കെ പറഞ്ഞു പോയെങ്കിൽ നീ അങ്ങ് ക്ഷമിക്കില്ലടാ മോനെ. എടാ, പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പ്രമാണം എടുത്തോളാം. ഇത് ചേച്ചി ഒളിപ്പിച്ചു വെച്ചിരുന്നതാ അല്ലേ? എനിക്ക് സ്വത്ത് മുതലും ഒന്നും വേണ്ട മോനെ. ഒരു 10 ദിവസം നിന്റെ അടുത്ത് മനസമാധാനത്തോടൊന്ന് കഴിഞ്ഞാ മതി എന്റെ മോനെ. ചെറിയമ്മയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. സുഖമാണോ ഗോപാലൻ ചേട്ടാ? സുഖമാണനിയ. ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ തളർന്നു പോകുന്നു ചേച്ചി. ഭാർഗവൻ ചേട്ടൻ എന്തേ? 10 ദിവസമൊക്കെ കട പൂട്ടിയിട്ട് എങ്ങനെയാന്നാ അവൻ ചോദിക്കുന്നേ. ഉണ്ണിയെ നേരിടാനുള്ള മനപ്രയാസവും കുറ്റബോധവും അതാണ് മറ്റൊരു കാരണം. ചത്താ കൊള്ളി വെക്കാൻ നീയേ ഉണ്ടാവുള്ളൂ എന്ന് ആ ഭൈരവൻ ചേട്ടൻ പറഞ്ഞപ്പോഴാ എനിക്ക് ബുദ്ധി തെളിഞ്ഞത്. ഭൈരവൻ ചേട്ടനോ? അതാരാ? അത് നിനക്ക് ഓർമ്മയുണ്ടാവില്ല. നീ എന്ന് കൊച്ചല്ലേ. നിന്റെ അച്ഛന്റെ വകയിലൊരു അനന്തരവനാ. പണ്ട് നാട് വിട്ട് ഡെറാഡൂണിൽ പോയിട്ട് ഇപ്പോഴാ മടങ്ങിയെത്തിയത്. ഓ, ആളിപ്പോ വലിയ ഭാഗവതരാ. വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഭൈരവൻ ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. സത്യം പറഞ്ഞ ഭൈരവൻ ചേട്ടനാ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഭൈരവൻ ചേട്ടാ, ദാ നിൽക്കുന്നു ഉണ്ണി. ഉണ്ണി, എന്റെ കണ്ണപ്പനുണ്ണി. കാമ്പോജിയിലോ ഇന്തോളത്തിലോ ഒരു രാഗവിസ്താരം നടത്തി ഞാൻ എന്റെ സ്നേഹമായിട്ട് പ്രകടിപ്പിക്കട്ടെ. നല്ല പാണ്ഡിത്യം ഉണ്ടല്ലോ. ചലിക്കാത്ത വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്നതിനെ നിശ്ചലമാക്കാനും എനിക്ക് കഴിയും. ഏത് നിഗൂഢതകളെയും അനാവരണം ചെയ്യാൻ ഈ നാവിന് കഴിയും. അതാണ് പാതാളം ഭൈരവൻ. ഓ, അഭിനയത്തിന് വല്ല സമ്മാനം ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കണം. ആർക്ക്? നിന്റെ ചെറിയമ്മയ്ക്ക്. പൂവമ്പഴത്തി കത്തി കയറ്റുന്ന പോലല്ലേ അവരിവിടെ കയറി പറ്റിയത്. ഇവിടെ അടുത്തങ്ങനെ നല്ല പൂവമ്പഴം കിട്ടുവോ? ചുമ്മാ ഇരിക്കുക പൂതമേ. ഭൂതം നിന്റെ മാഷേ. ഉണ്ണി എന്റെ തനി സ്വഭാവം അറിയില്ല. എന്താ ദാസ ഇത്? പിന്നല്ലാതെ ആനക്കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ഒരു ചേനക്കാര്യം. ആനക്കാര്യല്ലല്ലോ ഇവിടെ പറഞ്ഞത്, പൂവമ്പഴത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? വൃത്തികെട്ടവനെ. മാഷേ, നിനക്കിപ്പ എന്താ വേണ്ട? ആങ്ങളെയും കെട്ടിയെടുത്തോണ്ട് തള്ള വന്നിരിക്കുന്നത് എന്തെങ്കിലും ഗൂഢോദ്ദേശത്തോടു കൂടിയാവും. നിനക്ക് എന്ത് പറഞ്ഞാലും വിശ്വാസം വരില്ല. കരള് പറിച്ചു തന്നാലും ചെമ്പരത്തി പൂവാണെന്ന് പറയുന്നവനാ നീ. നിനക്കൊന്നും കാണാനുള്ള കഴിവില്ല, കൊള്ളുമ്പോഴേ അറിയൂ.
ഈ കുടുംബം ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് നിനക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാ. അതായിരിക്കാം. പക്ഷെ ബന്ധുക്കളുടെ പാരവയ്പ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് നിന്റെ തൊഴിലല്ലേ? ഉണ്ണി ദൈവങ്ങളോട് ഉണ്ടായിരിക്കാൻ പറ. ഓ ആ ഭാഗവതരെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ? ഭാഗവതരാണെന്ന് തോന്നി. അതല്ല, അയാൾക്കൊരു പ്രത്യേക മുറിവാണോ വാശി പിടിച്ചത്? അതിനുള്ള കാരണം അങ്ങനെ പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച എങ്ങോ വലിയ കച്ചേരി നടത്താനുണ്ട്, അതിന് സാധകം ചെയ്യണം. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ലോകത്ത് ഒരു ഭാഗവതർക്കും ഭൈരവൻ എന്ന പേരില്ല. തൊഴിലിനനുസരിച്ചാണോ ആൾക്കാരുടെ പേര്? അങ്ങനെയാണെങ്കിൽ നിന്റെ പേര് ദാസൻ എന്നല്ല, ആഭാസൻ നടേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വായി നോക്കിയല്ലേ ഇടേണ്ടത്? കേട്ടില്ലേ എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, നിങ്ങൾ പരസ്പരം ഇട്ടിരിക്കുന്ന പേര് രണ്ടുപേർക്കും വളരെയധികം യോജിച്ചതാ. ഞാൻ പറയുന്ന ആരും കേൾക്കാൻ വേണ്ടി ഞാൻ പോവാ. നിന്നെ വഴക്ക് വേണ്ട. ചെറിയമ്മയും സംഘവും ഇങ്ങോട്ട് എഴുന്നള്ളി. എന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞാ പോരെ? ആ കാര്യം ഞാൻ ഏറ്റു. പിണക്കം മാറിയോ? ഒന്ന് ചിരിച്ചേ. ചിരി മരത്തലന്റെ ഒരു ഇളിച്ച ചിരി. സത്യമാണ്. ദൃശ്യ ഓം ദൃശ്യ ദൃശ്യദേവ ദൃശ്യദേവ. ഒന്നും തെളിയുന്നില്ലല്ലോ. അയ്യോ, ഈ മഷിയിലെല്ലാം വ്യക്തമാകേണ്ടതാണല്ലോ. എല്ലാം അന്ന് നിങ്ങൾക്ക് തോന്നിയതാണോ? അതെങ്ങനെയാ മന്ത്രവാദി? ഞങ്ങക്ക് 3 പേർക്ക് ഒരുപോലെ അങ്ങ് തോന്നുവോ? കുറച്ച് മന്ത്രവാദ സാമഗ്രികൾ വേണ്ടിവരും. എന്താണാവോ വേണ്ടത്? കാഞ്ഞിരമരത്തിന്റെ തെക്കോട്ട് പോയ വേരിന്റെ ഒരു കഷണം, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഉണ്ണികൃഷ്ണന്റെ ഒരു പ്രതിമ, കൊറ്റനാടിന്റെ ജഡം, 5 ഇടങ്ങഴി പാലപ്പൂവ്, 2 ഇടങ്ങഴി ശവന്നാറിപ്പൂവ്. ഇതിനൊക്കെ ഞാൻ എവിടെ പോവാനാ? പോയേ പറ്റൂ. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിന്റെ മസ്തിഷ്കത്തിൽ പൂച്ചവിഷം പ്രവേശിപ്പിച്ച് നിന്നെ ഞാൻ മാർജാര കൂഷ്മാണ്ഡമാക്കും. വേതാളമേ, ഓം ഘോരേ ഭൈരവി ശത്രു പ്രേതയക്ഷനെ പച 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 സ്വാഹ. അയ്യോ, ഞാൻ എവിടെന്നെങ്കിലും പോയി കൊണ്ടുവരാമേ. എങ്കിൽ പോയി കൊണ്ടുവരീൻ. ഇപ്പോഴെങ്കിലും ആ ഭൈരവന്റെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. ചെറിയമ്മയുടെ കണ്ണീരും കലാശവും കണ്ടപ്പോ ഞാൻ എല്ലാം അങ്ങ് വിശ്വസിച്ചു പോയി. അതാ പറ്റിയത്. നീ വലിയ ധർമ്മപുത്രല്ലേ. നമ്മളെ വഴിയാധാരമാക്കിയിട്ട് അവരോടൊന്ന് പോവും. നമുക്കിപ്പൊ തന്നെ അവരോട് ഇറക്കി വിട്ടാലോ? എന്തു പറഞ്ഞ ഇറക്കി വിടുന്നത്? ആ ചൊറിയമ്മതേ വരുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ഇയാൾക്ക് വകതുരുവില്ലെന്ന്. ഉറക്കെ പറഞ്ഞ അവർ കേൾക്കത്തില്ലേ? എടാ പൊട്ട, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് 2 പേർക്കല്ലേ കേൾക്കുള്ളൂ. പൊട്ട നിങ്ങളുടെ ഇതാണ് പറ്റിയ അവസരം. അവരിതറിയരുത്. ഇത് 10-12 കൊലപാതകങ്ങൾ നടന്ന വീടാണെന്നും നമ്മുടെ ദേഹത്ത് പ്രേതങ്ങൾ കൂടിയിരിക്കുകയാണെന്നുമുള്ള വിവരം ചെറിയമ്മ അറിഞ്ഞാൽ അവര് വിഷമിക്കില്ലേ ദാസ? ശരിയാ. രാത്രി പ്രേതങ്ങൾ നമ്മളെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യിപ്പിക്കുന്നതെന്ന് പിറ്റേ ദിവസം രാവിലെ അല്ലേ അറിയാൻ പറ്റൂ. 6 പേരെ നമ്മൾ കഴുത്ത് ഞെരിച്ച് കൊന്നത് ബോധ മനസ്സിന്റെ അറിവോടുകൂടിയായിരുന്നോ? അല്ലല്ലോ. ഇനി ചിലപ്പോ പ്രേതം നമ്മുടെ ദേഹത്ത് കയറി ചെറിയമ്മയും ഗോപാലയും ഭാഗവതരെയും കൊല്ലിപ്പിക്കുമെന്നുള്ളത് എന്റെ പേര്. തൽക്കാലം നമ്മൾ 2 പേരും പ്രേതങ്ങളാണെന്നുള്ള വിവരം ചെറിയമ്മ അറിയരുത്. നിങ്ങൾ ചഞ്ചലചിത്തയാകരുത്. എല്ലാം എനിക്ക് വിട്ടു തരൂ. ഒന്നും വിട്ടു തരുന്നില്ല. ഒന്നും പറയണ്ട. 1ഉം 2ഉം അല്ല, 12 പ്രേതങ്ങൾ എവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്. ഓഹോ, അവന്മാരും കൂടെ കൂട്ടി 14. നാളെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് 24 നാഴിക 35 വിനാഴികയ്ക്കുള്ളിൽ മേൽപ്പറഞ്ഞ 1 ഡസൻ പ്രേതങ്ങളെയും ഞാൻ വശീകരിച്ച് ആവാഹിച്ച് അധീനതയിലാക്കി തരാം. അതിനു മുമ്പ് നമ്മൾ ഇവിടെ പ്രേതങ്ങളായിട്ട് മാറിയിരിക്കും. നമുക്ക് ഇവിടുന്ന് പോകാം മന്ത്രവാദി. ഈ അസമയത്തുള്ള യാത്ര അശുഭമാണ്. മാർഗമധ്യേ നീചപ്രേതങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കടോര ചണ്ടയാമമാണ്. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് മരണവക്ത്രത്തിൽ അകപ്പെടും. അയ്യോ അയ്യോ മന്ത്രവാദി, ഞാൻ തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഇവിടുള്ള എല്ലാ പ്രേതങ്ങളെയും ഒറ്റപ്പൂക്കളം ചൂരൽ പ്രയോഗം നടത്തി കാരമുള്ളിട്ട് തിളപ്പിച്ച് വെള്ളം തളിച്ച് ചെമ്പുതകളിൽ ആവാഹിച്ച് കരിമ്പനയിൽ ആണി രൂപത്തിൽ ഞാൻ അടിച്ചൊതുക്കി തരാം. തൽക്കാലം നിങ്ങൾ ഈ മുറി വിട്ട് പോയി കിടന്നുറങ്ങീൻ. ഉറങ്ങാൻ ഇറങ്ങാൻ. അയ്യോ, ഭൈരവി, ചാമുണ്ഡി.
നീ സുഖമായിട്ട് ഉറങ്ങ. നിനക്ക് പാമ്പ് മതി. എന്റെ അമ്മേ, പാതാളവും സ്വർഗവും എല്ലാം ഞാൻ ഒരുമിച്ച് കണ്ടു. ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല. ഓ എന്റെ ഗുരുവായൂരപ്പാ, ആവാഹിക്കാൻ എനിക്ക് ഒരു അവസരം കൂടി തരണം. താൻ ഇവിടെ ആവാഹിച്ചോണ്ടിരുന്നോ? കൊയ്യോ, ഞങ്ങൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കത്തില്ല. അരുത്, പോവരുത്. ഓടോ. നിങ്ങൾ പോയാ പിന്നെ എനിക്കിവിടെ എന്ത് കാര്യം? താമുണ്ടേരി, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആവാഹന ദൗത്യത്തിൽ നിന്നും പരാജയപ്പെട്ട് പിന്തിരിയേണ്ടി വരുന്നത്. മഹാമായെ, ആവാഹിക്കാൻ വന്ന നീ എന്നെ വാഹിച്ചു കളഞ്ഞല്ലോ. ദാസ, നാളെ 4 കൂട്ടം പ്രഥമനും കൂട്ടി ചെറിയമ്മയ്ക്ക് ഒരു സദ്യ നമുക്ക് ഒരുക്കി കൊടുക്കണം. വേണം. അതെന്താ, നാളെ നിന്റെ ചൊറിയമ്മയുടെ അടിയന്തര? ഞങ്ങൾ ഇറങ്ങാ. 10 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. അങ്ങനെ പോയാലോ? നമുക്കിവിടെ ജോളിയായിട്ട് കഴിയാമല്ലോ. അത് അപകടം പിടിച്ച ജോലിയാ കുഞ്ഞെ. വീട്ടിൽ പിടിപ്പത് പണിയുണ്ട്. എന്നാലും ഇന്നൊരു രാത്രിയെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇവിടെ കഴിയണം. ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ, അല്ലേ ദാസ? പിന്നെ തീർച്ചയായിട്ടും. രാത്രി ചോര ഊറ്റി കുടിച്ച് എന്നെയും പ്രേതമാക്കാവുന്ന ആ ഭൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞങ്ങൾ പോയിട്ട് അടുത്ത ആഴ്ച വരാം. എന്നാല് ഞങ്ങൾ അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾ വീട്ടിലേക്കല്ലേ പോന്നേ. പിന്നെ? കാശിക്ക് പോവാ. 10 ദിവസം കഴിഞ്ഞ് മടങ്ങി വരൂ. അയ്യോ, ഓ എന്താ ഞാനൊന്നുമില്ല. പോയിട്ട് വരട്ടെ, പോയിട്ട് വരാം. ചേച്ചി, ഞാനും വരുന്നു. അടുത്തായിട്ട് ഭാഗവതരമ്മാവനും പോവുകയാണോ? അതെ, പക്ഷേ ഞാൻ തോറ്റു മടങ്ങി പോവുകയല്ല. ഞാൻ വീണ്ടും വരും പൂർവാധികം ശക്തിയോടെ. എന്തിന്? അത് കാത്തിരുന്ന് കാണാം. ജയ് ചാമുണ്ടേശ്വരി.